ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നല്ല നമസ്കാരം. ഉത്രാട ദിനാശംസകൾ. ഉത്രാടത്തിൻ്റെ അന്നാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നതെങ്കിലും ഉത്രാടത്തിൻ്റെ അന്ന് തന്നെ ഇടാൻ ശ്രമിക്കാം. പിന്നെ എന്തെങ്കിലും തിരക്കുകളെ വൈകിപ്പോയാൽ ക്ഷണിക്കണം കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഉത്രാട പരിപാടി വലിയ ഉത്രാടപ്പാട്ട് എന്ന് പറഞ്ഞ പരിപാടി എന്താണ്, നാളത്തേക്കുള്ള പച്ചക്കറി വാങ്ങിക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ, അല്ലാണ്ടൊന്നുമില്ല. അപ്പോൾ അതിന് തന്നെ പൊക്കോളാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പോകണ്ട, എന്തായാലും പോകാൻ വിളിച്ചു. നമുക്ക് രാവിലെ പോയി വാങ്ങിച്ച തിരക്കുണ്ടാവില്ലല്ലോ. അപ്പോൾ എനിക്കാണെങ്കിൽ രാവിലത്തെ പരിപാടികൾ നടക്കുകയും ചെയ്യും. ഇവിടെ ഇത് നമുക്ക് വട്ടമരയ്ക്കാം, ഇത് വഴുതനങ്ങ ഒക്കെ സാമ്പാറിനുള്ളതാണ്. ഇത് അച്ചിങ്ങയുണ്ട്, ഇനിയും ചേനയും കായും കൂടെ എടുത്തിട്ട് മെഴുക്കുവരട്ടി. അപ്പോൾ ഉത്രാടത്തിനും തിരുവോണത്തിനും നമ്മൾ തോരൻ വയ്ക്കില്ല, മെഴുക്കുവരട്ടി ആണ് വയ്ക്കുക കേട്ടോ. ഉപ്പേരി എന്ന് പറയില്ലേ, അതാണ് വയ്ക്കുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഹാബലിയുടെ ആണ്ടെന്നാണല്ലേ പറയുന്നത് തിരുവോണം. അപ്പോൾ അതുകൊണ്ട് തന്നെ മെഴുക്കുവരട്ടിയാണ് വയ്ക്കുക. അപ്പോൾ മെഴുക്കുവരട്ടിക്കുള്ള ചേന ഞാൻ വാങ്ങിച്ചു വെച്ചിട്ട് കായ് നേരത്തെ വാങ്ങിച്ചു വെച്ചു. എന്നാലും ഞാൻ കുറച്ച് അച്ചിങ്ങ വാങ്ങിച്ചുള്ളൂ. ഒരു മെഴുക്കുവരട്ടി അത്ര തന്നെ, വിഷ്ണു കൂട്ടില്ല. പിന്നെ മെഴുക്കുവരട്ടി അല്ലാണ്ട് തോരൻ പിന്നെ ദീപം വെച്ചിട്ട് തരും. അപ്പോൾ പിന്നെ അതിൽ പങ്ക് വിഷ്ണുവിന് കൊടുക്കാമല്ലോ. മെഴുക്കുവരട്ടി ഇതിൽ പങ്ക് അങ്ങോട്ടും കൊടുക്കും. രണ്ട് കൂട്ടർക്കും കൂട്ടാനായി. പിന്നെന്താ, അപ്പോൾ അതുകൊണ്ട് തന്നെ നാളത്തേക്കുള്ളത് ഇന്ന് വേറെ വാങ്ങിക്കും കേട്ടോ. അപ്പോൾ വാടിയ കഷ്ണം ഉപയോഗിക്കണ്ടല്ലോ വെച്ചിട്ട് ഞാൻ ഫ്രഷായിട്ട് എടുക്കാമല്ലോ. കുറച്ച് അച്ചിങ്ങ വാങ്ങിച്ചു. ചേന നേരത്തെ തന്നെ വാങ്ങിച്ചു വെച്ചിരുന്നു. പച്ചക്കറിക്കാരൻ വന്നപ്പോൾ ഒന്നും വാങ്ങാണ്ട് എങ്ങനെയാണ് എന്ന് വെച്ച് ശനിയാഴ്ച വാങ്ങിച്ചു വെച്ചേക്കേണ്ട ചേനയാണ്. ചേന ആയതുകൊണ്ട് തന്നെ ആ പുറപ്പശം ചെത്തി കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ചേന എടുക്കാം. ഞാൻ പറഞ്ഞ പോലെ തന്നെ ചേന അതാ എല്ലാവരും ചെത്തി കളഞ്ഞെടുത്താലാണ് ചേന റെഡി ആവുള്ളൂ. പിന്നെ ഇന്നൊരു കൂട്ടാനും കൂടെ വയ്ക്കാനുണ്ട്, മോരൊഴിച്ച് കൂട്ടാൻ. അപ്പോൾ അതിന് ഒരു 1.5 ലിറ്റർ പാല് ഉറവൊഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് മോരൊഴിച്ച് കൂട്ടാൻ വയ്ക്കണം, നാളെ കിച്ചടി വയ്ക്കണം, പിന്നെ മോരായിട്ട് കൂട്ടാൻ വേണം. ഇത്രയും ഉദ്ദേശിച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. പുളി പക്ഷേ കുറവ്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നല്ല മഴ, 2 ദിവസമായിട്ട് അടുപ്പിച്ച് മഴയാണ്. അത് കാരണം നമ്മുടെ എന്താണ് സോളാറ് വർക്ക് ചെയ്യുന്നില്ല. വാട്ടർ മാത്രമേ സോളാറുള്ളൂ കേട്ടോ. വേറെയൊക്കെ നമ്മുടെ സാധാരണ കറണ്ട് തന്നെയാണ്. അതുകൊണ്ട് ചൂടുവെള്ളം കിട്ടിയില്ല. ഇത് ചൂടുവെള്ളം ഇപ്പം നമ്മൾ ചൂടാക്കി എടുക്കേണ്ടിയൊക്കെ വന്നു. പിന്നെ എന്താ പറഞ്ഞത്, അപ്പം അതുകൊണ്ട് തൈര് പുളി കുറവാണ്. ഉച്ചയോടടുക്കെ ഞാൻ ഓരോ ചൂടാൻ പറ്റുള്ളൂ. ഇപ്പം മെഴുക്കുവരട്ടി റെഡിയാക്കട്ടെ, ചോറും മെഴുക്കുവരട്ടി. പിന്നെ വേറെ എന്താ, വിഷ്ണു സാമ്പാർ ചെറുതായിട്ടൊരെണ്ണം വെച്ച് കൊടുക്കാം. കൂട്ടുവയ്ക്കും തേക്കും ആയതുകൊണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു കായും കൂടെ വേണം. ഒരു കായ്, ചേന, അച്ചിങ്ങ ഇത്രയും ഇട്ടിട്ടാണ് മെഴുക്കുവരട്ടി. അച്ചിങ്ങയ്ക്ക് മെഴുക്കുവരട്ടിക്ക് ഒടിക്കുമ്പോൾ ഈ അച്ചിങ്ങ കൈകൊണ്ട് കൊടുക്കാൻ പറയുന്നത് നല്ല ടേസ്റ്റ് കിട്ടുക. ഇങ്ങനെ ടിക് ടിക് നല്ല സൗണ്ടല്ലേ കേൾക്കാൻ. അപ്പോൾ മെഴുക്കുവരട്ടി വയ്ക്കുമ്പോൾ അച്ചിങ്ങ ഒടിക്കുന്നത് ചെറുതായിട്ടാണ് കേട്ടോ. അവിയലിനാണെങ്കിൽ ഇത്രയും നീളത്തിൽ ഒടിക്കും. ഇതാ നേരത്തെ വേണ്ട, ഇത്രയേ ഉള്ളൂ മെഴുക്കുവരട്ടിയുടെ. അപ്പോൾ ഇതിനെ രണ്ടാക്കും. അങ്ങനെയാണ് മെഴുക്കുവരട്ടിക്ക് ഒടിക്കുക. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, എന്നാലും പറഞ്ഞു മാത്രം. ഈ സദ്യക്കും ഹോട്ടലുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഒരു മുളം നീളം ഉണ്ടാവും. മുരിങ്ങക്കായാണെങ്കിലും അച്ചിങ്ങയാണെങ്കിലും അവരൊരു ഒടിച്ചങ്ങനെ ഇടുകയല്ലേ, അല്ലാണ്ട് ഇതൊന്നും നോക്കണില്ലല്ലോ. പിന്നെ ഒന്ന് വഴറ്റിയ രീതിയിൽ ഇങ്ങോട്ട് തരും. അപ്പോഴും നമുക്ക് ടേസ്റ്റ് കിട്ടില്ല. അതിന് നല്ലോണം വലിച്ചൊക്കെ എടുത്താലല്ലേ ടേസ്റ്റ് ഉണ്ടാവും. ഇത് ഒടിക്കാനും ഒരുക്കാനും പറ്റാത്ത അച്ചിങ്ങ. അപ്പോൾ ഒടിച്ച് തന്നെ ഇടാൻ നല്ലത്. പക്ഷെ ഒടിക്കുമ്പോൾ കണ്ടോ കിട്ടണില്ല. ആരും മറ്റുണ്ട് ഒടിയാനും പാട്. അത് ഒടിയല്ലോ ഒരിക്കലും അല്ലാത്ത ഭാഗം എന്ന് പറയും. അങ്ങനത്തെ ഒടിച്ചെടുക്കുമ്പോഴാണ് ഈ പ്രശ്നം വന്നത്. കറക്റ്റ് ഒടിക്കുന്ന ഭാഗമാണെങ്കിൽ കിടക്കിടാന്ന് ഒടിച്ചെടുക്കുന്നത്. ഇതൊക്കെ കറക്റ്റ് ഒടിക്കുന്ന ഭാഗമാണ്. പിന്നെ അപ്പം അങ്ങനെ ഉത്രാടത്തിന് എന്തൊക്കെയാണ് നിങ്ങളുടെയൊക്കെ അടുത്ത് പരിപാടികൾ? ഉത്രാടമായിട്ട് സ്പെഷ്യൽ ഇന്ന് പായസമൊന്നും വെക്കില്ല കേട്ടോ, നാളെ വെക്കണം. ആരാന്നേ കഴിക്കാനുള്ളതെന്ന് ചോദിക്കും. ഞങ്ങൾ 3 പേരുണ്ട്, പിന്നെ അനിയത്തി അപ്പുറത്തുണ്ട്. എന്നാലും വയ്ക്കണ്ടെന്ന് വിചാരിക്കണം. പായസം നാളെ വയ്ക്കാം, പാലട വയ്ക്കാമെന്നൊക്കെ ഇരിക്കണം. ഞാൻ പാലടയുടെ മിക്സല്ല കേട്ടോ, പാലട വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. മിക്സ് വാങ്ങിക്കണമെന്ന് വിചാരിച്ചാൽ പോയത്. വാങ്ങിച്ചു വന്നപ്പോൾ പാലട എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി അതിലേക്കുള്ള നട്ട്സ് വാങ്ങിക്കണം. അയ്യോ, ഞാനേ എഴുതി കൊടുത്തിട്ട് വരാം കേട്ടോ. ഈ നട്ട്സ് മറന്നുപോയാൽ നാളത്തേക്ക് എന്ത് ചെയ്യും. അപ്പോൾ ഞാൻ പോയി അത് എഴുതി കൊടുത്തു. ഇനിയും അച്ചിങ്ങയൊക്കെ ഒടിച്ച് ചേനയും കായും നുറുക്കിയിട്ട് നമുക്ക് മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ തുടങ്ങാം. അത് കഴിഞ്ഞ് ഉച്ചയാകുമ്പോഴേക്ക് മോരൊഴിച്ച് കൂട്ടാൻ ഉണ്ടാക്കാം. പിന്നെ ഇഞ്ചിക്കറി എന്നാണ് ഞങ്ങൾ പറയുക. പുളിയിഞ്ചി എന്ന് പറഞ്ഞ് പറഞ്ഞിപ്പോൾ ആൾക്കാർക്ക് അങ്ങനെ പറഞ്ഞ് അത് പറഞ്ഞതാണ് എല്ലാവർക്കും അറിയാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇഞ്ചിക്കറി നാരങ്ങ
ബാക്കി പറഞ്ഞപ്പോൾ ഓർത്ത് രണ്ട് മാങ്ങ വാങ്ങിക്കണം അച്ചാറൊക്കെ. പിന്നെ നമുക്കിവിടെ ഓണത്തപ്പനൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. നാളെ എത്തിയിട്ടുള്ള 10-15 കൊണ്ടേ തന്നിട്ടുണ്ട്. പൈസ കൊടുക്കണം. അപ്പം അതൊക്കെ ഇന്ന് ഒരെണ്ണം വെച്ചിട്ടുണ്ട്. നാളെ കൂടുതൽ വയ്ക്കും. ഇന്ന് വയ്ക്കാത്ത ആൾക്കാരുണ്ട് കേട്ടോ. ഞങ്ങളൊക്കെ പണ്ട് തുടങ്ങി വെക്കണവരാണ്. അതുകൊണ്ട് ഇന്ന് ഒരെണ്ണം വയ്ക്കും. ഇന്നത്തെ പൂക്കളെന്ന് പറഞ്ഞാൽ എന്നും കണക്കാണുള്ളത്. ഇന്നത്തെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. നല്ല രസമുണ്ട്. ഇന്നിപ്പോൾ തുമ്പയും ചെത്തിയാണ് ശരിക്കും ഇടേണ്ടത്. നാളെ അതെ തുമ്പയും ചെത്തി. പൊന്നോണമായി നീ വരൂ പൊന്നോണ തുമ്പി. പായസം എന്താ വയ്ക്കുന്ന എംപിക്ക്? പുതിയ വീടൊക്കെ വെച്ചാൽ ഞാൻ ഹാപ്പിയാണ്. ഞാൻ പറയാറില്ല ചേച്ചിയോട്, പുതിയ വീട് വെച്ച് വെച്ച് എനിക്ക് സന്തോഷമായി. ആ സ്ഥലത്ത് നിന്ന് മാറിയപ്പോ തന്നെ ഒരു സമാധാനം എനിക്ക്. അപ്പൊ ഇഷ്ടം ഒരു പെണ്ണിന് പരിപ്പാണ് ഇഷ്ടം. ഞാൻ പാലട ഉണ്ടാക്കി. കൊച്ചിനൊക്കെ പാലട ആയിരിക്കുമല്ലോ ഇഷ്ടം. കുഞ്ഞു കൊച്ചിനെ. അപ്പൊ ഞാൻ അത് എയർപോർട്ടിലേക്ക് കൂടി കൊണ്ടുവരും. വെള്ളപ്പായസം വരാൻ പറയുവോള്. പൈസ കൊടുത്തു കഴിഞ്ഞാ എന്നെ സഹായിക്കുന്ന കുട്ടിയായിട്ടുണ്ട്. ആഴ്ചയിൽ ഒരു ദിവസം വരും. പണ്ടേ കൊച്ചിൻ്റെ മുതേ ഞങ്ങള് കൂട്ടായിട്ട് നടന്നവരാണ്. എൻ്റെ അമ്മ ഇവിടെ ഉണ്ടായിരുന്നോട്ടെ. അങ്ങനെ ഇപ്പം അത് വരും. അതാണ് ഓണത്തപ്പനെ കൊണ്ടു തന്നത്. അപ്പോൾ നമ്മൾ മെഴുകുവരട്ടിക്ക് ഇങ്ങനെ ഈ വരമ്പ് മാത്രം കളയുള്ളൂ, ബാക്കിയൊന്നും കളയില്ല കേട്ടോ. എന്നിട്ട് 4 മുറിച്ചിട്ട് ചെറുതായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചത്. ഇല്ലെങ്കിൽ ഇങ്ങനെ കറുപ്പ് കായൊക്കെയല്ലേ. അപ്പോൾ അതേ സാമ്പാറിനുള്ള കൊത്തമരക്ക, വഴുതനങ്ങ, വെണ്ടയ്ക്ക എല്ലാം റെഡി. അത് മുമ്പ് നമ്മുടെ പൂക്കളൊന്നും കണ്ടിട്ടൊന്നാണ്. അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ ഉത്രാടപ്പൂക്കളം. അപ്പോൾ ഒരു ഓണത്തപ്പനെയും വെച്ചേക്കണ കണ്ടില്ലേ. പിന്നെ കുറച്ച് തുമ്പക്കുടവും ചെത്തിപ്പോവും. അത് പ്രധാനമാണ് ഇന്ന്. അതുകൊണ്ടാണ് ഇതായോ നമ്മുടെ മെഴുക്ക് പുരട്ടി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ തിരക്ക് പിടിച്ച ഓണപരിപാടികൾക്കിടയിൽ ഇവിടെ ഒരാൾക്ക് ചായ വേണം. എന്താ ചെയ്യുക? ചായ വേണം. അവിടെ അവനെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മുടെ മെഴുക്കുവരട്ടി നല്ല മുരിഞ്ഞ് വരണം. പിന്നെ സാമ്പാറിന് പരിപ്പ് വന്നിട്ടുണ്ട്. ബാക്കി കഷ്ണങ്ങളിട്ടു. ബാക്കി കഷ്ണങ്ങളിൽ വെണ്ടയ്ക്കയും തക്കാളിയും ലാസ്റ്റ് വഴറ്റിയിട്ടായിടണം. കൊത്തമരക്കയും വഴുതനങ്ങയും ഇട്ട് വേവിക്കാം നമുക്ക്. എന്നിട്ട് നമുക്ക് വെണ്ടയ്ക്കയും തക്കാളി ഇട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ സാമ്പാർ കൂടി ഇട്ടുള്ളൂ. ഞാൻ തേങ്ങ വെക്കുന്നില്ല. വടക്കോട്ടേക്കൊക്കെയാണ് തേങ്ങ അരച്ച് സാമ്പാർ വയ്ക്കുന്ന ആളാണ്. ഇവിടെയും വയ്ക്കൂട്ടോ. അതുകൊണ്ട് ഭയങ്കര ഇഷ്ടം അവിടുത്തെ സാമ്പാർ. അതുകൊണ്ട് ഇടയ്ക്കൊക്കെ സാമ്പാർ തേങ്ങ അരച്ച് വയ്ക്കും. ഇന്നിപ്പോൾ എന്തായാലും സാമ്പാർ തേങ്ങ വയ്ക്കുന്നില്ല, അല്ലാണ്ട് വയ്ക്കാം നമുക്ക്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ ഉത്രാട വിശേഷങ്ങൾ. പരിപ്പ് നല്ല വെണ്ണ പോലെ വന്നിട്ടുണ്ട്. നമുക്ക് ഇവനെ ഇട്ട് കൊടുക്കാം. വഴുതനങ്ങ ഇട്ട് കൊടുക്കാം. സവാള ഇടണോ സാമ്പാറിൽ? സാമ്പാറിന് വഴുതനങ്ങ, കൊത്തമരക്ക ഇത് രണ്ടും അടിപൊളിയാണ്. അതേപോലെ വെണ്ടയ്ക്ക, തക്കാളിക്ക് എത്ര നിർബന്ധമൊന്നുമില്ല. തക്കാളി ഇല്ലാന്ന് വെച്ചിട്ടും ഇപ്പം നേരെ സാമ്പാർ വെച്ചാൽ ഒരു കുഴപ്പമില്ല. ബട്ട് വഴുതനങ്ങയും കൊത്തമരക്കയും ഇല്ലെങ്കിൽ ടേസ്റ്റേ ഉണ്ടാവില്ല. വീണ്ടും കായുമായി അതേപോലെ ചേനയുമായി വരാം. എന്താ കാര്യം? മുറിയിട്ട് കൂട്ടാൻ ഇന്നേ വെക്കണം. ഇന്നും മുറിച്ചിട്ടം വേണം, നാളെയും മുറിച്ചിട്ടം വേണം. അപ്പം ഇന്ന് വെച്ചാൽ 2 കാര്യമായി. നമ്മുടെ കായിനെ നമുക്ക് ഇങ്ങനെ പൊടിക്കാം. എന്നിട്ട് ശർക്കര വരട്ടിയില്ലേ അതേപോലെ ചെറിയ ചെറിയ പീസുകളായിട്ട് ശർക്കര വരട്ടിയുടെ കനൊന്നും വേണ്ട. ആ ഷേപ്പിന് എടുക്കുക. ഓരോ ചൂട്ടാത്തിന് കായ് ചേന തുണ്ടം തുണ്ടമായിട്ടും മുറിച്ചിടുക.
കായ അധികം വേണ്ട, ചേന കൂടുതൽ. ചേന മുന്നിട്ട് നിൽക്കുന്നത് കൊഴുപ്പ് കൊടുക്കും, കായ കൊഴുപ്പ് കൊടുക്കും, എന്നാലും ചേനയുടെ അത്രയും വരില്ല. പിന്നെ കായ ഇഷ്ടമുള്ളവർക്ക് കായ കൂടുതലിടാം, പക്ഷേ ചേന ഇടുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ്. കൊത്തി കൊത്തി ഇടുന്നതിന് ചെനക്ക് ഇടാൻ തുടങ്ങിയിട്ടില്ല. മുറയ്ക്കുന്നതിന് അധികം കഷ്ണമൊന്നും വേണമെന്നില്ല. ശരിക്കും മോര്, പുളിച്ച മോര് കുറുക്കി കാളനായിട്ടൊക്കെ വയ്ക്കണം, നല്ല ടേസ്റ്റാണ്. ഇത്രയും പൊടി അങ്ങോട്ട് കിട്ടിയിട്ടില്ല നമ്മുടെ മോര് ഉറവിച്ചത്. മഴയല്ലേ. കഷ്ണം റെഡി. ഇനി സാമ്പാർ കടുവർക്ക് ആ കുക്കർ മാറ്റിയിട്ട് വേണം എനിക്കിത് വയ്ക്കണമെങ്കിൽ. വേവാൻ എളുപ്പം കുക്കറായിരിക്കില്ല, അല്ലെങ്കിൽ പിന്നെ ഉള്ളിയിലിട്ട് വേവിച്ച് ഉള്ളിയിൽ ഒരു കൂട്ടാൻ വെച്ചാലും വയ്ക്കാമല്ലേ. ഉരുളിയിൽ അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പാത്രം മാറ്റാൻ നിൽക്കണ്ടല്ലോ, കുക്കർ ഒഴിയണം എന്നൊന്നും പറയണ്ടല്ലോ. ചേനയും കായും കഴുകിയിട്ട് അരിയണതുകൊണ്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിന് മഞ്ഞപ്പൊടി, മുളക് പൊടി ഒക്കെ ഇടാം. ചൂട്ടി പിടിക്കാണ്ടത് നോക്കണേ. കുക്കറാകുമ്പോൾ ഒറ്റ വിസിലിന് നമ്മളിങ്ങോട്ട് നിർത്തൂലോ. വെള്ളമൊഴിച്ച് വേവിക്കണോണ്ട് പാത്രം വയ്ക്കില്ല. സൂത്രപ്പണിയാണ്. ക്യാരറ്റ് ഞാൻ ഇടാൻ മറന്നില്ല, സാമ്പാറിന് ഇട്ടില്ല. അപ്പോൾ നമ്മുടെ ഉത്രാട വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താം. ഇഞ്ചി, മാങ്ങ, നാരങ്ങ, മാങ്ങ അച്ചാർ വെക്കാനായിട്ടല്ല, അച്ചാർ ഉണ്ടാക്കാനായിട്ട് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഫ്രഷ് മാങ്ങ അച്ചാർ. അങ്ങനെ ഉരുന്ന് വാങ്ങിച്ച മാങ്ങ അച്ചാർ ഇട്ടുണ്ട്. ശർക്കര വരട്ടി എടുത്ത് കഴിച്ചതാണ്, നല്ല ടേസ്റ്റ്. കഴിക്കുന്നതോറും കഴിച്ചു പോവാം. ഇത്രയാണ് ശർക്കര വരട്ടി കിട്ടിയത്. ഞാൻ ഫോൺ വന്നിട്ട് നോക്കിയിട്ട് വരട്ടെ. അപ്പോൾ നമ്മുടെ കാളൻ വേവുന്നുണ്ട്. ഇനിയിപ്പോൾ വേഗം തേങ്ങ അരക്കട്ടെ. കാളം ഇത് വരുമ്പോഴേക്കും ഞാൻ തേങ്ങ അരച്ചാലേ നമുക്ക് കാളനെ പൂർത്തിയാക്കാൻ പറ്റുമോ. അതിനെനിക്ക് സാമ്പാർ പൂർത്തിയാക്കണം. അപ്പോൾ അങ്ങനെയുള്ള പരിപാടികളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ അവിടെ കിടന്ന് ഞാൻ വീഡിയോ ഓൺ ചെയ്തിരുന്നുണ്ട്. പറ്റിയ ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൂടെ പണി കാണാം. അപ്പോൾ തൽക്കാലം ബൈ ബൈ. എല്ലാവർക്കും ഉത്രാട ദിനാശംസകൾ. അഡ്വാൻസ് ഹാപ്പി ഓണം.